മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ, അതായത് ആദാം ഹവ്വ മാൾ മുതൽ ഇങ്ങോട്ട് ഉള്ളതായിരിക്കുന്ന ജനസമൂഹത്തിന് രക്ഷ എങ്ങനെയാണ് നമ്മുടെ കർത്താവ് സാധ്യമാക്കിയത്, സ്വർഗ്ഗത്തിലെ ദൈവം അത് എങ്ങനെ സാധ്യമാക്കി എന്നുള്ളതായിരിക്കുന്ന ഒരു വിഷയമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 17 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങളാണ്. ഈ വാക്യങ്ങൾ വായിച്ച് മനുഷ്യോൽപ്പത്തി മുതലുള്ളായിരിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷയുടെ ദൈവീക വിധങ്ങൾ എന്ത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ബൈബിളിലൂടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ പുതിയ സൃഷ്ടി, ഒരുത്തൻ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അവരെല്ലാവരും ഒരു പുതിയ സൃഷ്ടിയാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യം ഇവിടെ പൗലോസിലൂടെ ഒരു വലിയ രഹസ്യമായി പുറത്തു വരികയാണ്. അപ്പോൾ എന്താണ് ഈ പുതിയ സൃഷ്ടി എന്ന് മനസ്സിലാകണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് മനസ്സിലാക്കണം? പഴയ സൃഷ്ടി എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഏതാണ് ആ പഴയ സൃഷ്ടി? ദൈവം മനുഷ്യകുലത്തെ ആദ്യമായി ഉരുവാക്കിയതാണ് പഴയ സൃഷ്ടി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആദാമിനെ കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കി, അത് ദൈവം സൃഷ്ടിച്ചതാണ്. അതാണ് പഴയ സൃഷ്ടി എന്ന് പറയുന്നത്. ഈ ലോകത്തിലുള്ളായിരിക്കുന്ന മനുഷ്യരെല്ലാവരും തന്നെ ആദാമ്യ വംശ പാരമ്പര്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നവരാണ്. ലോകത്തിലുള്ളായിരിക്കുന്ന സകലമാന മനുഷ്യരുടെയും ഉത്ഭവം എന്ന് പറയുന്നത് ആദാമിൽ നിന്നാണ്. ആദാമിൽ നിന്ന്, ആദാം ഹവ്വമാരിൽ നിന്നുള്ളായിരിക്കുന്ന പാരമ്പര്യമായിട്ട് വന്നവരാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോകത്തിലുള്ളായിരിക്കുന്ന മനുഷ്യരെ എല്ലാവരെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? പഴയ സൃഷ്ടി എന്ന് വിളിക്കാം. പഴയ മനുഷ്യനിൽ നിന്ന്, പൂർവ്വ പിതാവായ ആ വ്യക്തിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന മനുഷ്യൻ മുഴുവൻ പഴയ സൃഷ്ടിയാണ്. എന്നാൽ ഇവിടെ പൗലോസ് പറയുകയാണ്, ഒരുവൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ, ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് ക്രിസ്തുവിനെ അംഗീകരിച്ച് കഴിയുമ്പോൾ ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ വരുന്ന ആള് ആ പഴയവന്റെ ബന്ധം വിട്ടിട്ട്, പഴയവനിൽ നിന്നുള്ളായിരിക്കുന്ന ആ അടിസ്ഥാന ബന്ധം വിട്ടിട്ട് ഇവൻ എന്ത് ചെയ്യുന്നു? ഒരു പുതിയ സൃഷ്ടിയായി ഇവൻ രൂപാന്തരപ്പെടുന്നു. ഒരു പുതിയ സൃഷ്ടിയായി. നമുക്കറിയാമല്ലോ, കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത് പഴയ മനുഷ്യൻ എന്ന് പറയുന്നത് ആരെയാ? ആദാമിനെ, അല്ലേ? പുതിയ മനുഷ്യൻ എന്ന് പറയുന്ന ആരെയാ? ക്രിസ്തുവിനെ. അപ്പോൾ ആ പഴയ മനുഷ്യന്റെ പാരമ്പര്യത്തിലുള്ള നമ്മളെ എടുത്ത് പുതിയ സൃഷ്ടിയാക്കുന്ന ദൈവത്തിൻ്റെ ഒരു പുതിയ പദ്ധതിയെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. അപ്പം അതുകൊണ്ട് തന്നെ പഴയ മനുഷ്യൻ്റെ ശിക്ഷാവിധികളാകട്ടെ, പഴയ മനുഷ്യൻ്റെ ലംഘനങ്ങളാകട്ടെ, അവന് വന്നതായിരിക്കുന്ന ദൈവിക ന്യായവിധികളാകട്ടെ, ഇതൊന്നും തന്നെ ഈ പുതിയ മനുഷ്യനിലെ, ഈ പുതിയ സൃഷ്ടിയിൽ ബാധകമാകാതെ വണ്ണം ഇവൻ സമ്പൂർണ്ണമായിട്ട് പുതുതാകുക. എവിടെയെങ്കിലും കുറച്ച് ഭാഗം അല്ല കേട്ടോ പുതിയതാകുന്നത്. എന്ന് പറഞ്ഞാൽ പുതിയതാകുന്നത് ഏതെങ്കിലും കുറച്ച് ഭാഗമല്ല, അവൻ മുഴുവനായിട്ടും ഒരു ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതുതായി തീരുകയാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് തന്നെ 2 വാദങ്ങളുണ്ട് ക്രിസ്തീയ ലോകത്ത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഓരോരുത്തരും പുതിയ സൃഷ്ടിയാകുകയാണോ എന്ന ചോദ്യത്തിന് ചില പണ്ഡിതന്മാരൊക്കെ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത്, പുതിയ സൃഷ്ടിയുടെ ഭാഗമായി തീർന്നുകൊണ്ട് അവൻ പുതുതായി തീരുന്നു എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പഠിപ്പിക്കലുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. അവർ പറയുന്നത് പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയാണ്. ആ ശരീരമാകുന്ന സഭയോട് ഒരുത്തൻ ബന്ധപ്പെടുമ്പോൾ ആ ശരീരമായ സഭയോട് ബന്ധപ്പെട്ടുകൊണ്ട് അവൻ പുതിയതിൻ്റെ ഭാഗമായി തീർന്നു പുതുതായി തീരുന്നു. അതായത് പഴയ വീട് ഒഴിവാക്കിയിട്ട് പുതിയ വീട്ടിൽ ചെന്ന് ചേരുമ്പോൾ അത് നമ്മൾ ആ പുതിയ വീട്ടിലെ അംഗമായി തീരുന്നത് പോലെ ആ പുതിയ സൃഷ്ടിയാകുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ ആ പുതിയ സൃഷ്ടിയാകുന്ന മനുഷ്യൻ, ക്രിസ്തു തലയും സഭ ശരീരവും മരിക്കുന്ന ആ പുതിയ മനുഷ്യന്റെ ഭാഗമായി തീർന്നുകൊണ്ട് അവൻ പുതുതായി തീരുന്നു എന്ന് ഒരു വ്യാഖ്യാനമുണ്ട്. നിങ്ങൾ എത്ര പേര് ഇത് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. രണ്ടാമത്തെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു മനുഷ്യൻ ക്രിസ്തുവിലാകുമ്പോൾ ആ മനുഷ്യൻ തന്നെ പുതിയ സൃഷ്ടിയായി തീരുന്നു, ഓരോ വ്യക്തികളും പുതിയ സൃഷ്ടിയായി തീരുന്നു എന്നുള്ളതായിരിക്കുന്ന ഒരു വ്യാഖ്യാനവും അതിന് നിലനിൽക്കുന്നുണ്ട്. എന്താണേലും കുറച്ചും കൂടെ യോഗ്യമായി എനിക്ക് തോന്നുന്നത്, ഓരോ മനുഷ്യരും, ആദാമിലുള്ള പഴയ മനുഷ്യന്മാരിൽ ഓരോരുത്തരും ക്രിസ്തുവിലായി തീരുമ്പോൾ ക്രിസ്തുവിൽ അവനൊരു പുതിയ മനുഷ്യനായി തീരുന്നു എന്നുള്ളത് തന്നെ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നേരെ മറിച്ചായാലും വലിയ ഉപദേശ പെശകൊന്നും ഇല്ല. അതൊന്നും നമ്മുടെ ഉപദേശത്തെ ഹനിക്കുന്നതും അല്ല, പ്രയാസം ഉണ്ടാക്കുന്നതും അല്ല എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. എന്നിട്ട് അവിടെ പൗലോസ് പറയാണ്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ എന്ന് പറഞ്ഞാൽ, ഈ മനുഷ്യനെ പുതുക്കി ദൈവത്തിൻ്റെതാക്കി തീർക്കുന്ന
അതായത് ആദാമ്യ പാരമ്പര്യത്തിലുള്ളായിരിക്കുന്ന ഒരു മനുഷ്യനെ ദൈവത്തിൽ നിന്ന് ജനിക്കപ്പെട്ടതായിരിക്കുന്ന ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുന്ന പ്രക്രിയ, അത് മനുഷ്യരാൽ ആരാലും സാധ്യമാകുന്നതല്ല. അത് പൗലോസ് പറയുന്നു, അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ഇത് സംഭവിക്കുന്നത് എങ്ങനെയാ? ദൈവത്താലാണ് ഈ പുതിയ സൃഷ്ടിപ്പിന്റെ പ്രക്രിയ നടക്കുന്നത്. അത് മനുഷ്യരാലല്ല. ഇപ്പൊ നമ്മൾ പോയി ഒരു വ്യക്തിയോട് നമുക്ക് ചെയ്യാനുള്ളത് എന്തേ ഉള്ളൂ? സുവിശേഷം പറയുക എന്നുള്ളതായിരിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു പാപിയെയും രക്ഷിക്കാനായിട്ടുള്ള കഴിവൊന്നും നമുക്കില്ല. നമുക്കൊരു പാപിയെ കണ്ടു കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ കണ്ടെത്താത്ത ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ, നിനക്ക് വേണ്ടി കാൽവരി കുരിശിൽ കർത്താവായ യേശുക്രിസ്തു നിന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് മരിച്ചുകൊണ്ട് വിശ്വസിച്ചാൽ നിനക്ക് രക്ഷിക്കപ്പെടാം എന്നുള്ളതായിരിക്കുന്ന ഒരു സന്ദേശം അവനോട് പറയാനേ നമുക്ക് പറ്റുന്നുള്ളൂ. അത് മതി, നമ്മളത് പറഞ്ഞാൽ മതി. അത് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ, അവനിൽ ആ കേൾക്കുന്ന വചനം വിശ്വാസമായി പരിണമിക്കുമ്പോൾ, ആ മനുഷ്യൻ, ഓ സത്യമാണല്ലോ, എൻ്റെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, ഞാനത് അംഗീകരിക്കുന്നു, ഇതാ സത്യം എന്ന് അവൻ മനസ്സിലാക്കി യേശുക്രിസ്തുവിനെ അവൻ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ, ദൈവമാണ് അവനെ രക്ഷിക്കുന്നത്. ദൈവമാണ് അവനെ രക്ഷിക്കുന്നത്. പൗലോസ് പറയുന്നുണ്ടല്ലോ ഒരു ലേഖനത്തില്, ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത് എന്ന് പറഞ്ഞാല്, ഒരു മനുഷ്യനെ ജനിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ഉത്തരവാദിത്വം എല്ലാം ദൈവത്തിനുള്ളതാ. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് നിസ്സാര ദൗത്യമൊന്നും അല്ല കേട്ടോ. നമ്മൾ ഓരോരുത്തരും നമ്മളാൽ ആകും വിധത്തില് ലോകത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തോട് ഈ സുവിശേഷം പറയണം. അത് പറയണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് കേട്ടില്ലേ, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അയ്യോ കഷ്ടം. കാരണം എന്താ? അത് എൻ്റെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടാണെങ്കിലും അല്ലെങ്കിലും ഞാനത് ചെയ്തേ പറ്റുള്ളൂ. ഇത് ദൈവം തന്നിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പാപിയുടെ രക്ഷയ്ക്ക് കാരണമായി തീരുന്നത് നമ്മൾ പറയുന്നതായിരിക്കുന്ന വചനമാണെങ്കിലും, ആ പാപി രക്ഷപ്പെടുന്നതിന് പ്രവർത്തിക്കുന്നത് ദൈവമാണ്. മാനസാന്തരം കൊടുക്കുന്നത്, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ വിശ്വാസത്താൽ പെടുത്തുന്നത് എല്ലാം ദൈവത്തിന്റെ പ്രക്രിയയാണ്, ദൈവത്തിന്റെ പരിപാടിയാണ്. ആദാമിലുള്ള ഒരു മനുഷ്യനെ എടുത്ത് ദൈവത്തിലാക്കി തീർക്കുന്ന, ക്രിസ്തുവിലാക്കി തീർക്കുന്ന ഒരു പ്രക്രിയയാണ് ഒരു സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യം ഒരു ആഹ്വാനം പറയട്ടെ. നിങ്ങളാൽ ആകും വിധത്തില് മറ്റുള്ളവരോട് ഈ കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കണം. ആകും വിധത്തില്. ഞാൻ പറയുന്ന സഹോദരിമാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങളോട് പരിചയമുള്ള, നിങ്ങൾ ഇടപെടുന്ന ആളുകളോട് നിങ്ങൾ യേശുക്രിസ്തുവിനെ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഈ കർത്താവിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് സ്വർഗത്തിന്റെ വേലയാണ് ചെയ്യുന്നത്. ദൈവം തന്ന ഉദ്യോഗം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. അപ്പൊ രക്ഷിക്കുക എന്നുള്ളതൊക്കെ ദൈവത്തിന്റെ ഉത്തരവാദിത്വം. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു പോന്നു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പൊ ലോകത്തിലെ ആദാമ്യ വർഗത്തിലുള്ളായിരിക്കുന്ന എല്ലാ മനുഷ്യരാശിക്കും രക്ഷ ആവശ്യമാണ്. രക്ഷ ആവശ്യമില്ലാത്ത ഒരുത്തൻ പോലുമില്ല. ആത്മരക്ഷ എന്ന് പറയുന്നത് ദൈവം നൽകുന്നതായിരിക്കുന്ന ഒന്നാണ്. ഈ ദൈവത്തിന്റെ കൃപ ആവശ്യമില്ലാത്തായിരിക്കുന്ന ഒരു മനുഷ്യൻ പോലും ലോകത്തിലില്ല. മനുഷ്യൻ രക്ഷ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. ദൈവം ലോകത്തെ എങ്ങനെയാ തന്നോട് നിരപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, പൗലോസിന്റെ ഒറ്റ ഉത്തരമുണ്ട്. എന്താ? ക്രിസ്തു മൂലമാണ് ലോകത്തെ നിരപ്പിക്കുന്നത്. ദൈവത്തോട് നിരക്കാൻ ഈ ഒരു മധ്യസ്ഥനല്ലാതെ, കാൽവരി കുരിശിൽ വാനിനും ഭൂവിനും മധ്യേ തൂങ്ങിയ യേശുക്രിസ്തു എന്ന ആ ഏക മധ്യസ്ഥനല്ലാതെ ലോകത്തിൽ ഒരു മധ്യസ്ഥന്മാരുമില്ല. ഒന്നും വേണ്ട, കർത്താവിനെ പ്രസവിച്ച മറിയ പോലും ലോകത്തിലുള്ള മനുഷ്യരുടെ പകുതി അല്ലെങ്കിൽ 60% മനുഷ്യരുടെയും മധ്യസ്ഥയാണ്. ആകെ ദൈവത്തോട് മനുഷ്യനെ നിരപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം നിരപ്പിന് വഴിയൊരുക്കി വെച്ചിരിക്കുന്നത് കാൽവരിയിൽ നമുക്കെല്ലാവർക്കും പകരമായി തൂങ്ങപ്പെട്ട യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. അപ്പൊ നമ്മളിവിടെ വായിച്ചത് എന്താണ്? അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു പോന്നു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ലേഖനം 3:25 നമ്മൾ വായിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തമൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാല്, ലോകത്തിന്റെ നടുവിൽ ദൈവത്തോട് ഒരു മനുഷ്യനെ നിരപ്പ് പ്രാപിക്കാൻ തക്കവണ്ണം ദൈവം ലോകത്തിന് മുമ്പിൽ കൊടുത്തതായിരിക്കുന്ന ഒരേ ഒരു പരസ്യമേ ഉള്ളൂ. പരസ്യം. ഏത് പാപിക്കും, ആദാമിലുള്ളായിരിക്കുന്ന ഏത് പാപിക്കും രക്ഷപ്പെടാനുള്ളായിരിക്കുന്ന ദൈവത്തിന്റെ പരസ്യം എന്ന് പറയുന്നത് കാൽവരി കുരിശിലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. 9-ാം വാക്യം, ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഏത് കാലത്ത് നിരപ്പിച്ചു പോന്നു എന്നാ പറയുന്നത്? ഈ കാലത്ത് മാത്രമല്ല, നിരപ്പിച്ചു പോന്നു.
പൂർവകാലം മുതലേ ദൈവം ലോകത്തെ ദൈവം ലോകത്തെ ക്രിസ്തു മൂലമാണ് ദൈവത്തോട് നിരപ്പിച്ചു പോകുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിക്കണം, ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ചതായിരിക്കുന്ന ആദാമ്യ സന്തതികളിൽ ആരെങ്കിലും ഏതെങ്കിലും കാലത്ത് ദൈവത്തിന്റെ രക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നിത്യജീവൻ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, അതൊക്കെയും എങ്ങനെയാണ്? ക്രിസ്തു മൂലമാണ് ദൈവം നിരപ്പിച്ചു പോകുന്നത്. ഇനി ഞാൻ നിങ്ങളെ കുറച്ചും കൂടെ ചിന്തിപ്പിക്കാം. ഹാബേൽ ആണല്ലോ ആദ്യത്തെ നീതിമാൻ. എബ്രായ ലേഖനം 11:4. എബ്രായ ലേഖനം 11:4. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ആദ്യത്തെ നീതിമാൻ എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്ന വ്യക്തി ഹാബേലാണ്. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു. അപ്പോൾ ആദ്യം ഈ നിരപ്പിന് അവകാശിയായ വ്യക്തി ആരാ? ഹാബേൽ. ഹാബേല് സത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വർഗത്തിലുണ്ടെന്ന് അറിയാം. എങ്ങനെയാണ് ഹാബേല് സ്വർഗത്തിലെത്താൻ വഴി തെളിഞ്ഞത്? എങ്ങനെയാ ഹാബേലിന് നീതീകരണം വന്നത്? ഹാബേൽ എങ്ങനെയായിരിക്കും സ്വർഗത്തിലെത്തിയത്? ചിന്തിച്ചു നോക്കിയേ. ഇവിടെ വായിച്ച അടിസ്ഥാനത്തിൽ ചിന്തിക്കൂ. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ ഈ ഹാബേലിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാ. ഈ ഭൂമിയിലുള്ളായിരിക്കുന്ന ഏത് മനുഷ്യനും ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുന്നുവെങ്കിൽ, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്നുവെങ്കിൽ, അതിന് കാരണം 2000 വർഷം മുമ്പ് കാൽവരി കുരിശിൽ മരിച്ചതായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം ഒരുത്തനെ നീതിമാനായി കണക്കിടുന്നത്. ഇപ്പൊ നമ്മൾ വായിച്ച എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 4 ഭാഗത്തിൽ വായിച്ചത്, അതിനാൽ അവന് നീതിമാൻ എന്ന പേര് ലഭിച്ചു. നീതിമാൻ എന്ന സാക്ഷ്യം. അതിനാൽ അവന്, അപ്പൊ ഹാബേല് നീതിമാനാ. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടില്ലേ ബൈബിളിൽ കാണിച്ച, എല്ലാവരെയും ഒന്നും ചൂണ്ടിക്കാണിച്ചില്ല, കുറെ പേരെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരെല്ലാം എങ്ങനെയാ സ്വർഗത്തിൽ പോകുന്നത്? അവരുടെയൊക്കെ സ്വർഗത്തിലേക്കുള്ളായിരിക്കുന്ന വഴി, രക്ഷയുടെ മാർഗം തുറന്നത് ഏത് വിധത്തിലാണെന്ന് ചോദിച്ചാൽ കാൽവരിയിലെ യാഗത്തിലാണ്. അപ്പൊ നമുക്കൊരു ചോദ്യം വരിക, അന്ന് യേശുക്രിസ്തു ഉണ്ടായിരുന്നോ? അന്ന് യേശുക്രിസ്തു ജനിച്ചായിരുന്നോ? അന്ന് യേശുക്രിസ്തു മരിച്ചായിരുന്നോ? ഇല്ലല്ലോ. പാപത്തിന്റെ പരിണിത ഫലമായ ശിക്ഷ എന്ന് പറയുന്നതാണ് എന്ത്? മരണം. അത് 2 മരണവും പെടും. ശാരീരിക മരണവും വരും, ആത്മീയ മരണവും വരും. 1-ാം മരണവും പെടും, അതിനകത്ത് 2-ാം മരണവും പെടും. 2-ാം മരണം നിത്യനരകമാണ്, നമുക്കതൊക്കെ അറിയാമല്ലോ. അത് പാപത്തിന്റെ പരിണിത ഫലമാണ് പാപത്തിന്റെ. എന്നാൽ പാപത്തിന്റെ പ്രായശ്ചിത്തം എങ്ങനെയുണ്ടാകുന്നത്? രക്തത്താലാണ്, അല്ലേ? രക്തം കൊണ്ടാണ് പാപത്തിന് പ്രായശ്ചിത്തം വരുന്നത്. അപ്പോ ഈ പറയുന്നതായിരിക്കുന്ന ഈ ഹാബേലിനും എന്ത് വേണം? പ്രായശ്ചിത്തം വേണം, അല്ലേ? പാപത്തിന്റെ പരിണിത ഫലമായിരിക്കുന്ന 1-ാം മരണം ഹാബേൽ അനുഭവിച്ചു. കായീൻ തല്ലി കൊന്നു, അല്ലേ? 1-ാം മരണം ഹാബേൽ അനുഭവിച്ചു. പക്ഷെ അതുകൊണ്ട് 2-ാം മരണം നീങ്ങി പോകുന്നില്ലല്ലോ. 2-ാം മരണം നീങ്ങി പോകണമെങ്കിൽ എന്ത് വേണം? പ്രായശ്ചിത്തം വേണം. പാപത്തിന് പ്രായശ്ചിത്തം വേണം. എങ്ങനെയാ ഹാബേൽ പാവിയായി തീർന്നത്? ആദാമിന്റെ വംശപാരമ്പര്യത്തിൽ ജനിച്ചതുകൊണ്ട്. ആദാം പാവിയായതുകൊണ്ട് ഹാബേലും എന്തായിരുന്നു? പാവിയാണ്. ഒരു മനുഷ്യന് വ്യത്യാസമില്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല, അല്ലേ? അപ്പൊ ഈ ഹാബേലിന് പ്രായശ്ചിത്തം വരണം. പാപത്തിന്, അതായത് ആദാം ചെയ്ത പാപത്തിന്റെ പ്രായശ്ചിത്തം വരണം. അതിനെന്താ വഴി എന്ന് ചോദിച്ചാല്, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്, യാഗപീഠം, അതായത് പ്രായശ്ചിത്തം നടത്തുന്നതായിരിക്കുന്ന യാഗപീഠം, ആ യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഏത് തന്നിരിക്കുന്നു? രക്തം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. രക്തമല്ലോ ജീവൻ മൂലം പ്രായശ്ചിത്തം ആകുന്നത്. രക്തമല്ലോ ജീവൻ മൂലം പ്രായശ്ചിത്തമാകുന്നത്. അതുകൊണ്ട് നിങ്ങളിൽ യാതൊരുത്തനും രക്തം ഭക്ഷിക്കരുത്. താഴേക്ക് യഹൂദന്മാർക്കുള്ളൊരു നിയമം പറയുകയാണ്. ഹാബേലിന് ഞാൻ ഉദാഹരണമായിട്ട് എടുക്കുകയാണ്. ഹാബേലിനും എന്തുണ്ട്? ആദാമ്യ പാപമുണ്ട്. അവൻ പഴയ സൃഷ്ടിയാണ്. ആ പഴയ സൃഷ്ടി ഇവിടെ പുതിയ സൃഷ്ടിയായി മാറണമെങ്കിൽ ഈ ക്രിസ്തു യേശുവിന്റെ രക്തത്താൽ പാപത്തിന് പ്രായശ്ചിത്തം വരണം. ഇതേ കാര്യം നമ്മൾ എബ്രായ ലേഖനം 9:22 വായിക്കുന്നുണ്ട്. ഒന്ന് എടുത്ത് വായിച്ചേ. എബ്രായ ലേഖനം 9:22. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ
വിമോചനം എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ആ, പാപത്തിന്റെ എന്താണ് ശിക്ഷാവിധിയിൽ നിന്ന് പ്രായശ്ചിത്തം വരണമെങ്കിൽ ദൈവം സ്വീകരിക്കുന്നതായിരിക്കുന്ന പ്രായശ്ചിത്തം എന്ന് പറയുന്നത് രക്തമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യന്റെയും സ്വയം രക്തം ചൊരിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുകയില്ല. കാരണം പാപിയായിരിക്കുന്ന മനുഷ്യൻ അവന്റെ രക്തം ചൊരിഞ്ഞാൽ അത് പാപത്തിന്റെ രക്തമല്ലേ? പാപത്തിന്റെ രക്തം ദൈവം സ്വീകരിക്കുമോ? ഒരിക്കലും പാപത്തിന്റെ രക്തം സ്വീകരിക്കുകയില്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ദൈവത്തിന് യാഗം കഴിക്കുമ്പോൾ ഊനമില്ലാത്തതിനെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ ഈ ഒരു അർത്ഥത്തിലാ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മളാരും നമ്മുടെ രക്തം ചൊരിഞ്ഞത് കൊണ്ടോ നമ്മളാരും പാപത്തിന് നമ്മൾ തന്നെ മരണം ഏറ്റത് കൊണ്ടൊന്നും ഒരു മനുഷ്യന് രക്ഷപ്പെടാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതായിരിക്കുന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ പറയുന്നത്, ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ തന്നോട് ക്രിസ്തു യേശു മൂലം തന്നോട് നിരപ്പിച്ചു പോന്നു എന്ന് പറയുമ്പോൾ, ഈ പോന്ന കാലഘട്ടം ഏതാന്ന് ചോദിച്ചാൽ പണ്ടേ മുമ്പേ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തന്നെ ദൈവം ഈ രക്ഷാ പദ്ധതിയിലൂടെയാണ് മനുഷ്യകുലത്തിന്റെ ആത്മരക്ഷ സാധ്യമാക്കി വന്നിരുന്നത് എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതെന്തുകൊണ്ടാ അതെന്തുകൊണ്ടാ അങ്ങനെ ദൈവം ചെയ്തു പോകുന്നതെന്ന് ചോദിച്ചാല്, ദൈവത്തിനെല്ലാം ദൈവം സർവജ്ഞാനിയായിരിക്കുന്ന ദൈവത്തിന് ആ, ആരംഭത്തിൽ തന്നെ എന്തറിയാന്നറിയോ? അവസാനവും അറിയാം. അതായത് തുടക്കത്തിൽ ഒന്ന് തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ പരിസമാപ്തി എന്താന്ന് ദൈവത്തിനറിയാം. അത് ദൈവവചനത്തിൽ വായിക്കുന്നതായിരിക്കുന്ന കാര്യ. യെശയ്യാ പ്രവചനം 46:10. ഞാനിന്ന് കുറച്ച് വാക്യങ്ങളൊക്കെ വായിച്ച ഒരു വിഷയത്തിലേക്ക് കടന്നു വരാനാണ്. എന്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കും. അപ്പൊ ഇങ്ങനെയുള്ളവനാ ദൈവം. ദൈവം എന്ന് നമ്മൾ ആരെങ്കിലും സംബോധന ചെയ്യുകയാണെങ്കിൽ ആ ദൈവം ഇങ്ങനെയുള്ളവനാ എന്ന് പറഞ്ഞാൽ, ഈ പ്രപഞ്ചം ഉരുവാക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം ഈ പ്രപഞ്ചത്തിന്റെ അസ്തമയം കണ്ടു കഴിഞ്ഞു, ഇതിന്റെ അവസാനം കണ്ടു കഴിഞ്ഞു. നമ്മളെ ഓരോരുത്തരെയും ദൈവം കണ്ടതും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ ഓരോരുത്തരും ആയിരുന്നത് നമ്മൾ അമ്മയ്ക്കും അപ്പനും ജനിച്ചു കഴിഞ്ഞ് ഭൂമിയിൽ പിറന്നപ്പോഴല്ല. ദൈവം അങ്ങ് ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ നമ്മളെ ഓരോരുത്തരെയും കണ്ടു. അതാണ് ദൈവത്തിന്റെ പ്രകൃതി. ആരംഭത്തിൽ അവസാനം കാണുന്നു. അപ്പൊ അങ്ങനെയുള്ളതായിരിക്കുന്ന ദൈവം കാലത്തിന്റെ സമ്പൂർണതയിൽ അല്ലെങ്കിൽ കാലത്തിന്റെ ക്രമത്തിൽ തന്റെ പുത്രനായിരിക്കുന്ന നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ യാഗം അർപ്പിക്കും എന്നുള്ളതായിരിക്കുന്ന ആ ചിത്രം ആരുടെ മനസ്സിലുണ്ടായിരുന്നു? മനുഷ്യൻ പാപത്തിൽ വീഴുമെന്നും ആ പാപത്തിന് തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു കാൽവരി കുരിശിൽ മരിക്കുമെന്നുള്ളതായിരിക്കുന്ന ചിത്രം നമ്മുടെ ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. ആ ചിത്രം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ ചിത്രമല്ല, ആ വ്യക്തത കൺമുമ്പിൽ കണ്ടതായിരിക്കുന്ന ദൈവം, അതുകൊണ്ട് തന്നെ ആദാം മുതലുള്ളായിരിക്കുന്ന മനുഷ്യരാശിയിൽ നിന്ന് ഏതോ ഒരു മനുഷ്യൻ നാശത്തിലേക്ക് വീണു പോയിട്ടുണ്ടെങ്കിൽ, എല്ലാ മനുഷ്യരും നാശത്തിലാണ് വീണു പോയിരിക്കുന്നത്, ഏതൊരു മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നുണ്ടെങ്കിലും അവരെല്ലാവരും ക്രിസ്തു മൂലമാണ് നിരപ്പിക്കപ്പെടുന്നത്. അവരെല്ലാവരും ക്രിസ്തു മൂലമാണ്. അവർ ക്രിസ്തുവിനെ അറിഞ്ഞോ? അറിഞ്ഞില്ല. ക്രിസ്തു യാഗമായി തീരുമെന്ന് അറിഞ്ഞോ? അറിഞ്ഞില്ല. കാൽവരി കുരിശ് അവർക്കറിയാമോ? അറിയില്ല. ഇനി ഇങ്ങനെ ഒരു തൂക്ക് ദണ്ഡന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്രൂശീകരണം ലോകത്തിൽ ഉണ്ടാകുമെന്ന് അവരറിഞ്ഞോ? ആ പഴയ മനുഷ്യർ ആരെങ്കിലും അറിഞ്ഞോ? അറിഞ്ഞില്ല. ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു ഇങ്ങനെ ഒരു കാലത്ത് ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുകയും ക്രൂശിൽ മരിക്കുമെന്നൊന്നും അവരറിഞ്ഞില്ല. പക്ഷേ അവരും ആ നീതിമാന്മാരെയും ദൈവം രക്ഷിച്ചത് ക്രിസ്തു മൂലമാണ് നിരപ്പിച്ചുകൊണ്ട് പോകുന്നത് എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അവൻ ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ, ഒന്നുകൂടി ഞാൻ പറയാം, അവൻ ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു പോകുന്നു. പൗലോസ് എന്നിട്ട് ഇവിടെ നിന്ന് പറയാണ്, എന്താ പറയുന്ന അറിയാവോ? ആ നിരപ്പിന്റെ ശുശ്രൂഷയാണ് ഇന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്നതായിരിക്കുന്ന സുവിശേഷം എന്ന്. ആ ശുശ്രൂഷ ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ലോകത്തിന് അന്ന് വരെ ആ ശുശ്രൂഷ മനസ്സിലായില്ല. ഞാൻ പറയുന്നത്, ഹാനോക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു, നമുക്കറിയാം. ഹാബേല് നീതിമാൻ എന്നുള്ളായിരിക്കുന്ന പേര് പ്രാപിച്ചു, അതും നമുക്കറിയാം. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്നുള്ളായിരിക്കുന്ന പേര് പ്രാപിച്ചു. അബ്രഹാം, ഇസാഖ്, യാക്കോബ് ഇവരെല്ലാവരും നീതിമാന്മാരാണ്. അവരെല്ലാവരും സ്വർഗത്തിന് അവകാശികളാകും. നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ പറയുന്നതായിരിക്കുന്ന നോഹയും എല്ലാവരും സ്വർഗത്തിന് അവകാശികളാണ്. എന്നാൽ ഇവരാരും അറിഞ്ഞില്ല ഞങ്ങളെ ദൈവം എങ്ങനെയാ തന്നോട് നിരപ്പിക്കുന്നതെന്നും അവർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. ഇവരാരും ഇങ്ങനെ ഒരു കാലസമ്പൂർണ്ണത, എങ്ങനെ ഒരു ക്രിസ്തു ജനിക്കുമെന്നോ ക്രിസ്തു മരിക്കുമെന്നോ ക്രിസ്തുവിന്റെ മരണത്തിൽ വിശ്വസിക്കുന്നതിലൂടെ ഒരു രക്ഷാഗണം ഉണ്ടാകുമെന്നോ ആർക്കറിയാനോ? ഇതൊന്നും അവരാരും ഒന്നും അറിഞ്ഞിട്ടില്ലെന്നേ. അങ്ങനെയൊന്നും അറിയില്ല. പക്ഷേ ഈ ക്രിസ്തു കാലസമ്പൂർണതയിൽ മരിക്കുന്ന ക്രിസ്തുവിനെ കണ്ട ദൈവം ആ ക്രിസ്തുവിലൂടെ ഇവരെ കണ്ടു. ഈ നീതിമാന്മാരെല്ലാവരെയും കണ്ടു. നിങ്ങൾ സമ്മതിക്കും, അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനാ. സ്വർഗം നിത്യജീവൻ അവകാശമാക്കും.
ഇസഹാക്ക്, യാക്കോബ്, വേണ്ട, ആ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെല്ലാം നിത്യജീവൻ അവകാശമാക്കും. നിത്യജീവൻ അവരെല്ലാവരും അവകാശമാക്കും. അതിനൊന്നും നിങ്ങൾക്ക് ആർക്കും തർക്കമില്ലാന്ന് എനിക്കറിയാം. പക്ഷെ എങ്ങനെയാണ് എങ്ങനെ ഇവരെ ദൈവം രക്ഷിച്ചുകൊണ്ടിരുന്നു? അതിന് പലപ്പോഴും പലരും പറയുന്ന ഉത്തരം വളരെ മണ്ടത്തരങ്ങളായിരിക്കുന്ന ഉത്തരങ്ങളാ. പക്ഷെ ഇവിടെ പൗലോസിന് ആ ഉത്തരവുണ്ട്. വ്യക്തമായ ഉത്തരം. ക്രിസ്തു മൂലം നിരപ്പിച്ചു പോന്നു. ക്രിസ്തു മൂലം നിരപ്പിച്ചു പോന്നു. ആ നിരപ്പിന്റെ ശുശ്രൂഷയാണ് ഞങ്ങളെന്ന് പറയുന്നതെന്നാ. എൻ്റെ പ്രിയമുള്ളവരെ, കാൽവരി കുരിശിനെ കുറിച്ച് ഇന്ന് ലോകത്തോട് നമ്മൾ പ്രസംഗിക്കുമ്പോ പൂർവ്വ പിതാക്കന്മാർ മുതൽ നീതീകരണം പ്രാപിച്ചതായിരിക്കുന്ന വഴിയാ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? പൂർവ്വ പിതാക്കന്മാർ മുതൽ നീതീകരണം പ്രാപിച്ച, അല്ലാതെ 2000 വർഷം മുമ്പ് മാത്രം ക്രൂശിൽ മരിച്ച ആ കാര്യമല്ല പറയുന്നത്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പൂർവ്വ പിതാക്കന്മാർ മുതൽ നീതീകരണം പ്രാപിക്കാൻ ദൈവം ഒരുക്കി വെച്ചതായിരിക്കുന്ന ആ മഹാസത്യത്തെയാണ് നമ്മൾ പ്രസ്താവിക്കുന്നത്, സുവിശേഷം പറയുന്നത്. അപ്പൊ നമ്മളെ നമ്മളെ ഏൽപ്പിച്ച ഉദ്യോഗം എത്ര വലുതാണ്. അതാ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത്. നമുക്ക് അവസരം കിട്ടും പോലെ ഇത് പറയുക. ഇനി ഒരു കാലത്ത് സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പം നമ്മളെക്കാളും നല്ല ഭക്തന്മാരും ദൈവത്തിന് വേണ്ടി നല്ല അധ്വാനം കഴിച്ചവരുമായിരിക്കുന്നവർ ദൈവത്തിൽ നിന്ന് തേജസ്സിന്റെ അടുക്കുകൾ, അതായത് തേജസ്സിന്റെയും കിരീടങ്ങളുടെയും ബഹുത്തായിരിക്കുന്ന പ്രതിഫലങ്ങൾ വാങ്ങുമ്പോൾ, അയ്യോ എനിക്കും ചെയ്യായിരുന്നല്ലോ എൻ്റെ ജീവിതകാലത്ത്, ഇത്ര വലിയ രക്ഷയുടെ സന്ദേശമായിരുന്നു ഇതെങ്കിൽ എനിക്കും 10 പേരോട് പറയാമായിരുന്നല്ലോ, എനിക്കും 10 പേരെ രക്ഷിക്കാമായിരുന്നല്ലോ എന്ന് അന്നേരം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നേ ഇത് മനസ്സിലാക്കണം. നാം പറയുന്ന സുവിശേഷത്തിന്റെ ശക്തി എന്താണെന്നുള്ളത് ഇന്നേ നമ്മൾ മനസ്സിലാക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ വേദഭാഗത്തിലേക്ക് വരാം. ഇപ്പൊ വായിച്ച കൊരിന്ത്യലേഖനത്തിലേക്ക് വരാം. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. 20-ാമത്തെ വാക്യം നോക്കുക. ആകയാൽ, പൗലോസ് ഇവിടെ എത്ര ശക്തമായിട്ട് കാര്യം പറയുന്നു നോക്കിയേ. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ക്രിസ്തുവിന് പകരം, അതായത് ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളെ, അംബാസഡർമാരായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഉദ്യോഗം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അംബാസഡർമാരാണ് നമ്മൾ ഓരോരുത്തരും. എന്നിട്ട് ക്രിസ്തുവിന് പകരം ദൈവത്തിന് വേണ്ടി ലോകത്തോട് സംസാരിക്കുകയാണ് നമ്മൾ. നിരന്നുകൊള്ളുവിൻ എന്ന് പറയുക. കാരണം നമ്മുടെ പൂർവ്വപിതാക്കന്മാരായാലും ബൈബിൾ അറിയുന്ന എല്ലാവർക്കും പൂർവ്വപിതാക്കന്മാരുടെ പേരുകൾ അറിയാം. അവരും നിരപ്പ് പ്രാപിച്ചതായിരിക്കുന്ന ശുശ്രൂഷയാണ് ഇന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അന്ന് അവർക്കത് പറയാൻ അറിയില്ലായിരുന്നു, അവർക്കത് പറഞ്ഞു കൊടുക്കാൻ അറിയില്ലായിരുന്നു. എന്നിട്ട് താഴെ പറയാണ്, അത് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. ദൈവം ഞങ്ങളിലൂടെ പ്രബോധിപ്പിക്കുന്നത് എന്താണോ അതുപോലെ ആകുന്നു ലോകം നിരന്നു വന്നത്. ഇന്ന് വരെ ലോകം ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇന്ന് ഞങ്ങൾ പറയുന്ന ഈ സുവിശേഷത്തിന്റെ കാരണത്താലാണ്. ഈ സുവിശേഷം കൊണ്ടല്ല കേട്ടോ. ഈ സുവിശേഷം അവർക്ക് അറിയില്ല. ഈ സുവിശേഷത്തിന് കാരണമുണ്ടല്ലോ, ഉണ്ടായില്ലേ? കുരിശ്, ദൈവത്തിന്റെ യാഗപീഠത്തിലെ യാഗം, ആ ദൈവപുത്രന്റെ മരണം, ആ കാര്യമാണ് അത് ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. എന്നിട്ട് 21-ാം വാക്യം പറയാണ്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഇതാണ് നിരപ്പിന്റെ വഴി എന്ന് പറയുന്നത്. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്, നീതി വരാതെ, പ്രായശ്ചിത്തം ചെയ്യാതെ, പാപത്തിന് പ്രായശ്ചിത്തം വരാതെയും ദൈവ കോടതിയിൽ നീതിമാൻ എന്നുള്ളായിരിക്കുന്ന സ്ഥാനം ലഭിക്കാതെയും ഒരുത്തിനും ദൈവസന്നിധിയിലേക്ക് പ്രവേശനം ലഭിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മുടെ പുണ്യപ്രവൃത്തികളും നമ്മുടെ സൽക്കർമ്മങ്ങളും നമ്മുടെ തീർത്ഥാടനങ്ങളും നമ്മളുടെ ശരീര നടനങ്ങളും ഒന്നും ദൈവത്തിന് പ്രസാദമല്ല. വെറുതെ മനുഷ്യന്മാർ ഇന്ന് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടുക ലോകത്ത് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ, മനുഷ്യരുടെയൊക്കെ ധാരണ, എൻ്റെ സ്വന്തം ശരീരത്തെ ഞാൻ പീഡിപ്പിച്ചാൽ, ഞാൻ പട്ടിണി കിടന്നാൽ, ഞാൻ ഉപവസിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ ഉരുളൽ നേർച്ച നടത്തിയാൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ശരീരത്തെ മുറിവേൽപ്പിച്ചാൽ, ഞാൻ ത്യാഗം സഹിച്ചാൽ, ഞാൻ കുരിശ് ചുമന്ന് മലമുകളിലേക്ക് കയറിയാൽ, ഞാൻ ഈ ത്യാഗവും പങ്കപ്പാടും എല്ലാം സഹിച്ചാൽ സ്വർഗത്തിലെ ദൈവത്തിന് എന്നിൽ എനിക്ക് രക്ഷ തരുമെന്ന മനുഷ്യരുടെയൊക്കെ അന്ധമായിരിക്കുന്ന വിശ്വാസം. ഒരിക്കലും ദൈവം അങ്ങനെ ഒരു രക്ഷാമാർഗം മനുഷ്യനാൽ തന്നെ ആകുന്ന വിധത്തിൽ ഒരു രക്ഷാമാർഗം ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം പുത്രനെ അയച്ച് ഈ ഭൂമിയിൽ കുരിശിൽ മരിക്കാനായിട്ട് കൈവിടുകയില്ലായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം ലോകത്തെ നിരപ്പിച്ചു പോകുന്ന ശുശ്രൂഷ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, പൗലോസിലൂടെ ലോകത്തിന് അത് മനസ്സിലായി. ഞങ്ങൾ പറയുന്ന ഈ സുവിശേഷമാണെന്ന് പറഞ്ഞ്, ഇതാണ് ഈ പറയുന്നതായിരിക്കുന്ന ഏതൊരു വിശുദ്ധനും. നിങ്ങൾ ഓർക്കുക, പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായിരിക്കുന്ന മോശ പോലും
ദൈവത്തിന്റെ മുമ്പിൽ നീതിമാനായി തീർന്നിട്ടുണ്ടെങ്കിൽ ആരും ആരും മോശമെന്നല്ല, ഇനി അതിലും വലുത് ആരെയാ പറയണ്ടേ? ആരും നീതിമാന്മാരായി ദൈവത്തിന്റെ ഈ നിത്യജീവന്റെ അവകാശികളായി തീർന്നിട്ടുണ്ടെങ്കിൽ പൗലോസ് പറയുന്നത് ഞങ്ങൾ ഈ പറയുന്ന സുവിശേഷത്തിന്റെ കാരണം കൊണ്ടാണെന്ന് പറയുന്നത്. ഞങ്ങൾ ഈ പറയുന്ന സുവിശേഷത്തിന്റെ കാരണം. അതിനെ ഞാൻ യെശയ്യാപ്രവചനത്തിലെ വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവൻ, ആദിയിൽ തന്നെ അന്ത്യം പ്രഖ്യാപിക്കുന്നവൻ. ദൈവത്തിന് പിന്നെ എന്താണ് കുറേ കാലങ്ങൾക്ക് ശേഷമുള്ളത് എന്ന് പറയേണ്ട ആവശ്യമില്ല. ദൈവത്തിന് അത് ഇപ്പോൾ നടക്കുന്നത് പോലെയാണ്. അവൻ ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്നെ. അപ്പൊ ദൈവത്തിന് പണ്ടും ഇല്ല, പിന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ള നാളുകളും ഇല്ല. ദൈവത്തിനെല്ലാം അപ്പപ്പോൾ പോലെയാണ്. ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കുക, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലെ 8-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. എന്താ പറയുന്നത് അറിയാമോ? ലോക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. ലോക സ്ഥാപനം മുതൽ. നോക്കിയേ, ആ ദൈവത്തിന്റെ രക്ഷാകരമായിരിക്കുന്ന പദ്ധതിയുടെ ദൗത്യം എന്താണെന്ന് നോക്കിയേ. ലോക സ്ഥാപനം മുതൽ നമ്മുടെ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കുഞ്ഞാടല്ല, ദൈവത്തിന്റെ കുഞ്ഞാടായിരിക്കുന്ന നമ്മുടെ കർത്താവ് അറുക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലോകത്തിലെ ഏതൊരു മനുഷ്യനും നിത്യജീവൻ പ്രാപിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ആ കുഞ്ഞാടിൽ വിശ്വസിക്കുക. യേശു ക്രിസ്തുവിനെ പ്രസവിച്ചവളായിരിക്കുന്ന മറിയ, അതായത് ഭാഗ്യവതിയായിരിക്കുന്ന അമ്മ, ഭാഗ്യവതിയാണ്. സ്ത്രീകളിൽ അവളെ പോലെ ഭാഗ്യമുള്ളവൾ ഉള്ളവരാരും ഇനി ലോകത്തിൽ ഉണ്ടായിട്ടുമില്ല. ആ ഭാഗ്യവതിയായിരിക്കുന്ന മറിയ ഏതടിസ്ഥാനത്തിലാണ് സ്വർഗ്ഗത്തിൽ നിത്യജീവൻ പ്രാപിക്കുന്നത്? ഈ ക്രിസ്തുവിന്റെ യാഗമരണത്തിന്. ഇത് ഇവർക്കറിയാമോ? ലോകസ്ഥാപനം മുതലേ മനുഷ്യനെ സൃഷ്ടിക്കാൻ ദൈവം തീരുമാനിച്ചപ്പോൾ മുതൽ ഈ കുഞ്ഞാട് അറുക്കപ്പെട്ടവനായിട്ട് നിൽക്കുക. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും അന്ത്യകാലത്ത്, അവിടെ വായിക്കുന്നത് അന്ത്യകാലത്ത് സാത്താൻ നിർത്തുന്നതായിരിക്കുന്ന വിഗ്രഹത്തെ സേവിക്കുമെന്നാണ്. വിഗ്രഹത്തെ സേവിക്കും, ആ മ്ലേച്ഛ ബിംബത്തിന് മുമ്പിൽ വണങ്ങും എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോ കർത്താവിന്റെ മരണം എന്ന് പറയുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ ആണ്. ആ കർത്താവിന്റെ മരണത്തെ വ്യക്തമായി ലോകത്തിനൊരു സുവിശേഷമായി പ്രഖ്യാപിച്ചത് പൗലോസിന് ശേഷമുള്ളായിരിക്കുന്ന ദൈവദാസന്മാരുമാണ്. ഇത് അതിൻ്റെ 1-ാം ഭാഗമായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മുടെ ഈ വിഷയം മുമ്പോട്ട് പഠിക്കാൻ. ഏതൊരു പാപിയും നീതീകരിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മുമ്പോട്ട് പഠിക്കാൻ. ഓക്കെ, ഇനി എനിക്ക് ഇതിൻ്റെ 2-ാം ഭാഗമായിട്ട് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, അങ്ങനെയാണെങ്കിൽ അവരാരെങ്കിലും ഈ പറയുന്നതായിരിക്കുന്ന ക്രിസ്തു യേശുവിനെ വിശ്വസിച്ചിരുന്നുവോ, കണ്ടിരുന്നുവോ, അറിഞ്ഞിരുന്നുവോ, ഇങ്ങനെ ഒരു ക്രിസ്തുവിലൂടെയുള്ളായിരിക്കുന്ന രക്ഷയെക്കുറിച്ച് ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബോധ്യമുണ്ടായിരുന്നുവോ? ഉണ്ടായിരുന്നില്ല. ആർക്കും ഒരു ബോധ്യവും ലഭിച്ചിരുന്നില്ല. ആദ്യമായിട്ട് യാഗം കഴിച്ച ആളാരാ? ആദ്യമായിട്ട് യാഗം കഴിച്ചത്, ശരിക്കും യാഗം തന്നെ കഴിച്ചത് ഹാബേല. കായീനും യാഗമാണ് കഴിച്ചത്, പക്ഷെ ഭോജന യാഗമാണ് കഴിച്ചത്. എന്ന് പറഞ്ഞാൽ തൻ്റെ നിലത്തെ കൃഷിയിൽ നിന്നുള്ളായിരിക്കുന്ന ഒരു വീതം കൊണ്ടാണ് യാഗം കഴിച്ചത്. അതും ദൈവം അംഗീകരിച്ച യാഗം തന്നെയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞേ? വിശ്വാസത്താൽ ഹാബേൽ, ദൈവം ഒരു മനുഷ്യനിൽ പ്രസാദിക്കണമെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമേ അതിന് വ്യവസ്ഥയുള്ളൂ. അല്ലാതെ കായീൻ കായ്കറികൾ യാഗം കഴിച്ചതുകൊണ്ട് പ്രസാദിച്ചില്ല എന്നൊന്നും പറയാൻ ബൈബിളിൽ തെളിവില്ല. കാരണം ഭോജനയാഗം ന്യായപ്രമാണത്തിൽ കൊടുത്തിട്ടുണ്ട്, അല്ലേ? ന്യായപ്രമാണത്തിൽ ഭോജനയാഗം കൊടുത്തിട്ടുണ്ട്. ഹാബേല് ആടിനെ യാഗം കഴിച്ചതുകൊണ്ട് ഹാബേലിന് പ്രസാദിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. വിശ്വാസത്താൽ കായീൻ്റെ ഇതിൽ ഉത്തമമായ യാഗം, വിശ്വാസത്തോടെ ദൈവത്തിനൊരു യാഗം കഴിക്കുമ്പോഴാണ് ദൈവം അവന് പ്രസാദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഇതിന്റെ 2-ാമത്തെ വിഷയമായിട്ട് ഞാൻ പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്നത്, ഇവരെങ്ങനെയാണ് ഈ പറയുന്ന ക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടത്? എല്ലാവരും ക്രിസ്തുവിന്റെ രക്തത്താലാണ്. ഇവരെങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ഇവർക്ക് അന്ന് ഏതൊരു വെളിപ്പാട് കിട്ടിയോ ആ വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ, ആ വെളിപ്പാട് കൊടുത്തവനായിരിക്കുന്ന ദൈവത്തെ അവർ വിശ്വസിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നീതീകരണം വരുന്നത്, അല്ലേ? ഇപ്പൊ നമ്മൾ വായിച്ചത് അങ്ങനെയല്ലേ? വിശ്വാസത്താൽ ഹാബേൽ കായീൻ്റെതിലും ഉത്തമമായിരിക്കുന്ന യാഗം കഴിച്ചു, അവന് നീതിമാൻ എന്ന് പേര് വന്നു, സാക്ഷ്യം ലഭിച്ചു. കായീന്റെ വിശ്വാസം ആ ദൈവത്തിൽ ഉറച്ച ഒരു വിശ്വാസം കാണുകയില്ല. അതുകൊണ്ടാണ് ദൈവം അത് തള്ളിക്കളഞ്ഞതെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. കായീന് ദൈവത്തിൽ അത്ര വലിയ വിശ്വാസമൊന്നും ഉണ്ടായി കാണണമെന്നില്ല. വിശ്വാസം ഹാബേലിന് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതായിരിക്കുന്ന കാര്യം ഇവിടെ പറയുന്നില്ലേ?
ലോകത്തിലുള്ളായിരിക്കുന്ന എല്ലാവരും യേശുക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ മരിക്കുന്ന അവരെക്കാളും അവരെക്കാളും 4000 വർഷം കഴിഞ്ഞിട്ട് വരാനിരിക്കുന്ന ആ യാഗത്തെ ഒന്നും കണ്ടില്ല അവരാരും. പക്ഷേ ദൈവം അവർക്ക് ആ നാളുകളിൽ എന്തെന്ത് കാര്യങ്ങൾ കൊടുത്തുവോ ആ കാര്യത്തിൽ അവര് വിശ്വസിച്ചു. അവരത് വിശ്വസിച്ചാൽ മതി. ആ അബ്രഹാം എങ്ങനെയാ നീതിമാനായത്? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. അത് അവന് നീതിയായി കണക്കിട്ടു. അങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നത് അല്ലേ? അപ്പൊ ഏത് കാലത്തും ആർക്ക് എന്ത് കൊടുക്കുന്നുവോ അവരത് വിശ്വസിച്ചാൽ മതി. അവരത് ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, പിന്നെ എന്താണ്, നോഹയുടെ കാലത്ത് നോഹയ്ക്ക് ഇങ്ങനെ ഒരു യേശുക്രിസ്തു മരിക്കുമെന്നും ഒരു രക്ഷ ഇങ്ങനെ ഉണ്ടാകുമെന്നൊന്നും നോഹയ്ക്ക് അറിഞ്ഞുകൂടാ. അന്ന് വരെ, നോഹയുടെ കാലം വരെ ഭൂമിയിൽ മഴ പെയ്തിട്ടില്ല. അന്ന് വരെ ഭൂമി എങ്ങനെയാ നനഞ്ഞു വന്നിരുന്നത്? മഞ്ഞുകൊണ്ടാണ്, മഴയില്ല. അപ്പൊ ഈ അതുവരെ കാണാത്തതായിരിക്കുന്ന ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞു. ആരാ നമ്മളോട് പറഞ്ഞ് വിശ്വസിക്കുമോ? ഇന്ന് വരെ കാണാത്തൊരു സംഭവം ഉണ്ടാകാൻ പോവാന്ന് പറഞ്ഞാൽ? അതുവരെ ഉണ്ടാകാത്തൊരു സംഭവം ഉണ്ടാകാൻ പോവുക, ഭൂമിയിൽ മഴ പെയ്യാൻ പോവുകയാണ്, ഭൂമി ജലപ്രളയത്താൽ നശിക്കാൻ പോവുക എന്ന് പറഞ്ഞപ്പോൾ ആമേൻ കർത്താവേ എന്ന് പറഞ്ഞു. ആ വിശ്വാസമാണ് നോഹയെ രക്ഷിക്കുന്നത്. എന്നിട്ട് നോഹ മടുത്തു പോയില്ല. ഇനി എത്ര വർഷം എടുത്തു അറിയില്ല, ഇനി 80 100 എത്രയാകട്ടെ, അത്രയും വർഷം ഈ ഒരു ഒറ്റ വാക്കിന്, ഏതാ, ഭൂമിയിൽ ജലപ്രളയം ഉണ്ടാകും, മഴ പെയ്യും, ജലപ്രളയം ഉണ്ടാകും, ഭൂമി നശിക്കും, നീ ഒരു പെട്ടകം തീർക്കാൻ പറഞ്ഞു. കുറച്ച് ദിവസം പണി എടുത്തു കഴിഞ്ഞപ്പോഴെങ്കിലും നോയയ്ക്ക് അങ്ങ് മടുത്തുകൂടായിരുന്നു. ഇതങ്ങനെ നടക്കുവോ? ഈ പറഞ്ഞതൊക്കെ മണ്ടത്തരം ആയിരിക്കുമോ? ഞാൻ ഈ അധ്വാനിക്കുന്നതൊക്കെ വെറുതെ ആയി പോവുമോ? അപ്പോ ഒന്നും സംശയിച്ചുകൂടായിരുന്നോ? നമ്മളാണെങ്കിൽ സംശയിക്കില്ലേ? ശരിയാ, ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഒരു അശരീരി കേട്ടു. ഭൂമിയിൽ മഴ പെയ്യാൻ പോകുന്നു, ജലപ്രളയം നിറയാൻ പോകുന്നു, ജലം നിറയാൻ പോകുന്നു, ലോകം മുഴുവൻ നശിക്കാൻ പോകുന്നു, നോഹയെ നീ ഒരു പെട്ടകം തീർത്തുകൊള്ളുക, അതിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളുക എന്നൊരു അശരീരി കേട്ടു. വല്ല സ്വപ്നവും സ്വപ്നവും കണ്ടതായിരിക്കോ? വല്ല വല്ല എന്താണ്, മാനസിക വിഭ്രാന്തി കൊണ്ട് എനിക്ക് തോന്നിയതായിരിക്കോ? ഒന്ന് സംശയിച്ചാൽ പോരായിരുന്നോ? പോയില്ലേ കാര്യം. പക്ഷെ നോക്കിക്കേ, നോഹയ്ക്ക് എവിടെയെങ്കിലും തെറ്റുപറ്റിയോ? ഈ 100 വർഷം കൊണ്ട് ഈ പെട്ടകം പണി കഴിക്കാൻ തൻ്റെ ഒരു വിശ്വാസം, പൂർണ്ണമായ വിശ്വാസം ആ കേട്ട കേൾവിയിൽ ഉറപ്പിച്ചു. കാണാത്ത കാര്യം സംഭവിക്കും. മഴ എന്ന് പറയുന്നത് കണ്ടിട്ടില്ല, പക്ഷെ പെയ്യും. ഭൂമി അങ്ങനെ ഇതുവരെ ഭൂമി മുഴുവൻ നശിക്കും എന്നുള്ളായിരിക്കുന്ന ഒരു കാഴ്ച നോഹയ്ക്ക് അറിയേയില്ല. പക്ഷെ പറഞ്ഞ വാക്ക് കേട്ടു, സംഭവിക്കും. നോഹ പണിതു, നോഹ മടുത്തില്ല. ആ വിശ്വാസം ദൈവം നീതിയായി കണക്കിട്ടു. വിശ്വാസത്തെ ഒക്കെ എബ്രായലേഖനക്കാരൻ പറയുന്നുണ്ട്. ആ വിശ്വാസം ദൈവം നീതിയായി കണക്കിട്ടു. എന്നിട്ട് ആ നോഹയുടെ നീതീകരണം 2000 വർഷങ്ങൾക്ക്, നോഹയ്ക്ക് ശേഷം 4000 വർഷങ്ങൾ അല്ലെങ്കിൽ 5000 വർഷങ്ങൾ കഴിഞ്ഞ്, 5000 വർഷം, നോഹയ്ക്ക് ശേഷം 5000 വർഷങ്ങൾ കഴിഞ്ഞ് കുരിശിൽ മരിക്കാൻ പോകുന്ന തൻ്റെ പുത്രന്റെ പേരിൽ കണക്കിട്ടു. നോഹ വിശ്വസിച്ചത് അതല്ല, ക്രൂശല്ല. ക്രൂശല്ല വിശ്വസിച്ചത്. അത് അറിഞ്ഞിട്ടില്ല, അത് കണ്ടിട്ടുമില്ല, അതിനെക്കുറിച്ച് ഒരു ബോധ്യവുമില്ല. ഇത്രയേ ഉള്ളൂ, മഴ പെയ്യും, വെള്ളം പൊങ്ങും, ഭൂമി നശിക്കും, നീ പെട്ടകൊണ്ടായിക്കൊള്ളുക. ഒരു സംശയവും കാണിച്ചില്ല, ചെയ്തു. അതിന് ദൈവം എന്ത് ചെയ്തു? ഇവിടെ പൗലോസ് പറയുന്ന അനുസരിച്ച് നോഹയെ നിരപ്പിച്ചു. എങ്ങനെ നിരപ്പിച്ചു? ക്രിസ്തു മൂലം നിരപ്പിച്ചു ദൈവത്തോട്. ആ നിരപ്പിന്റെ ശുശ്രൂഷയാ ഞങ്ങളെ ഏൽപ്പിച്ചതെന്ന്. അതാ ഈ പുതിയ നിയമ സഭയുടെ അല്ലെങ്കിൽ ഈ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ സുവിശേഷത്തിന്റെ മഹാത്മ്യം എന്ന് പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു വന്നത്. ഇതിന്റെ മഹാത്മ്യം അത്രയും വലുതാ. ഈ നോഹ നിരപ്പ് പ്രാപിച്ച രക്ഷാപ്രവൃത്തിയാണ് ഈ കാണുന്നത്. അതാ നമ്മൾ പറയുന്ന സുവിശേഷം. ഇന്ന് നമ്മൾ ഇതിപ്പോ ഒരു പാവിയോട് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചെന്ന് പറയുമ്പോൾ, ഒരു വ്യക്തിയോട് പറയുമ്പോൾ, അവർക്ക് ഇതൊക്കെ എത്ര പുച്ഛമാണ്, എത്ര നിസ്സാരമാണ് അവർ തള്ളിക്കളയുന്നത്. ഈ പറയുന്ന നോഹയും അബ്രഹാമും യാക്കോബും ഇസഹാക്കും ഒക്കെ, ദാവീദും ഒക്കെ ഇവരുടെ വലിയ വിശ്വാസ വീരന്മാരാ. ഈ വിശ്വാസ വീരന്മാര് നീതീകരിക്കപ്പെട്ടതായിരിക്കുന്ന ക്രൂശിന്റെ ചിത്രമാണ് പറയാൻ നമ്മൾ പോകുന്നത്. അതന്ന് അവർക്ക് പോലും അറിയില്ല. അവരോട് പറഞ്ഞാൽ അവർ ചെയ്തു എന്നേ ഉള്ളൂ. അബ്രഹാമിനോട് ഒന്നേ പറഞ്ഞുള്ളൂ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ കാണിപ്പായിരിക്കുന്ന ദേശത്തേക്ക് പോരുക. ഒരശരീരി കേട്ടപ്പോൾ അബ്രഹാം ഓക്കെ, ഞാൻ റെഡി എന്ന് പറഞ്ഞു, വിട്ടുപിരിഞ്ഞു പോന്നു. കുറച്ചു കാലം കഴിഞ്ഞു, കുറെ കാലം മക്കൾ ഉണ്ടാകാതിരുന്നു കഴിഞ്ഞപ്പോൾ അബ്രഹാമിനോട് ഒരു കാര്യം പറഞ്ഞു, ഒറ്റ മകനേ ഉള്ളൂ, നീ നിന്റെ ഏകജാതനെ യാഗം അർപ്പിക്കാൻ. അബ്രഹാം പിന്നെ ഒന്നും സംശയിച്ചില്ല. അയ്യോ, ഈ അബ്രഹാമിന് ഒരു കാര്യം അറിയായിരുന്നു, 100ാമത്തെ വയസ്സിൽ എനിക്കൊരു മകനെ തരാൻ കഴിയുന്ന ദൈവത്തിന് എൻ്റെ മകനെ ഞാൻ കൊല്ലാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ വെട്ടിക്കൊന്നാലും അവനെ ജീവിപ്പിച്ചു തരാനും കഴിയുമെന്നുള്ളായിരിക്കുന്ന വിശ്വാസം അബ്രഹാമിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ചഞ്ചലിപ്പും ഉണ്ടായില്ല. കാരണം 100ാമത്തെ വയസ്സിൽ മകൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അപൂർവം, അത് ആ കാലത്തും.
എന്നിട്ട് അങ്ങനെ മകനുണ്ടായെങ്കിൽ വെട്ടിക്കൊല്ലാൻ പറഞ്ഞപ്പോൾ ഞാൻ റെഡി എന്ന് പറഞ്ഞ് ആ മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു സങ്കോചവും കൂടാതെ വാൾ ഉയർത്തുന്ന, കൊടുവാള് കഴുത്തിന് നേരെ, സ്വന്തം പുത്രന്റെ കഴുത്തിന് നേരെ ഉയർത്തുന്ന ആ അബ്രഹാമിലേക്ക് നോക്കി. ആ അബ്രഹാമിന്റെ വിശ്വാസം എവിടെയായിരുന്നു? എവിടെയായിരുന്നു? ആ ദൈവത്തിലായിരുന്നു. അപ്പോൾ ദൈവം അവനെ നീതീകരിച്ചു. ഏതിൽ? ഏതിൽ നീതീകരിച്ചു? ക്രിസ്തുവിന്റെ ക്രൂശിൽ നീതീകരിച്ചു. അതാ പൗലോസ് പറയുന്നത്, ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തു യേശുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. നിരപ്പിച്ചു പോന്നു. ഈ പറയുന്ന എല്ലാവരെയും നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങളുടെ പക്കൽ ഭരമേൽക്കുന്നു.